ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഭർത്താവ് ഹാഷിമിനെതിരെയുള്ള തിരുവനന്തപുരം ഭീമാപ്പള്ളി സ്വദേശി സുലൈഖ ബീവിയുടെ പരാതി പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാവുമല്ലോ. നിങ്ങൾ വിവാഹം കഴിഞ്ഞിട്ട് എത്ര കാലമായി? എന്റേത് 20 വർഷമായി. 20 വർഷം കഴിഞ്ഞപ്പോഴാണ് അയാൾക്ക് വേറൊന്ന് വേണമെന്ന് തോന്നിയത് അല്ലേ? സാർ, അയാൾക്ക് വേറൊന്ന് തോന്നാൻ കാരണം പണം വേണം. അയാൾക്ക് മെയിനായിട്ടുള്ള പ്രശ്നം അയാൾക്ക് സമ്പത്താണ് വേണ്ടത്. കാരണം എൻ്റെ വീടും സ്ഥലവും വിറ്റ് കൊടുക്കണം. കാരണം എനിക്ക് പറ്റില്ല, 2 പെൺകുട്ടികളാണ്. എനിക്ക് 4 വർഷം കൊണ്ട് ചെലവ് പോലെ അയാൾ തന്നില്ല, ഒന്നും ഉണ്ടാക്കി തന്നതും ഇല്ല കുട്ടികൾക്കായി. ആഷിമിന് എന്തെങ്കിലും പറയാണെങ്കിൽ നമ്മൾ അവിടെ ക്യാമറ അറേഞ്ച് ചെയ്യാം, ഞങ്ങൾ പറഞ്ഞോ, നമുക്ക് യാതൊരു വിരോധമില്ല. പുള്ളി വരണം, പുള്ളി സംസാരിക്കണം, സഹോദരന്മാരെ സംസാരിക്കത്തുള്ളൂ. ഇവരിപ്പോൾ തെറ്റാണ് പറഞ്ഞെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കാനുള്ള എല്ലാ അവസരങ്ങളും പ്രവാസലോകം ഒരുക്കും, യാതൊരു സംശയമില്ല. അങ്ങനെ വന്നാലേ കാര്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ. സുലൈഖ ബീവി പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമായി മുൻ ഭർത്താവ് ഹാഷിമിന് ചിലത് പറയുവാനുണ്ട്. അദ്ദേഹം പ്രവാസ ലോകത്തിലേക്ക് പറഞ്ഞയച്ച കാര്യങ്ങൾ ഞങ്ങളിവിടെ സമർപ്പിക്കുന്നു. എൻ്റെ ആദ്യ ഭാര്യ സുലൈഖ നൽകിയ പരാതി അടിസ്ഥാനത്തിൽ അവിടെ വാദം മാത്രമേ കേട്ടിട്ടുള്ളൂ. എനിക്ക് ചില കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. എൻ്റെ വേറൊന്നല്ല, ഞാൻ ചുരുക്കി പറയാം സാറേ. എൻ്റെ ഈ കേസ് എന്ന് പറയുന്നത് 8 വർഷം കഴിഞ്ഞ കേസാണ്. അവിടെ എല്ലാ രീതിയിലും എന്നെ ഏതൊക്കെ കോടതിയിലും എവിടൊക്കെ പോലീസ് സ്റ്റേഷനും ജമാഅത്തും അവിടേക്ക് കയറ്റാൻ പറ്റും അവർക്ക് കയറ്റി. ഇതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് സാറേ, എൻ്റെ മകൻ അസ്ലം എന്ന് പറയുന്നത് അവന് 9 വയസ്സുള്ളപ്പോഴേക്കും ആ സ്കൂളിൽ 5ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഒരു സ്കൂൾ ഒരു ഇഷ്യൂ ഉണ്ടാക്കി. അപ്പോൾ ടീച്ചർ പറഞ്ഞ് ആ കുട്ടി എത്രയും പെട്ടെന്ന് ആ സ്കൂളിൽ നിന്ന് മാറ്റുക, മാറ്റിയിട്ട് നല്ലൊരു സ്കൂളിലേക്ക് ചേർക്കുക. അതുമാത്രമല്ല, ഇപ്പോഴിരിക്കുന്ന ആ ഭാഗത്തു നിന്ന്, ആ കടലോരത്താണ് വീട് സാറേ, ആ ഭാഗത്തു നിന്ന് മാറി നിങ്ങൾ നല്ലൊരു ഭാഗത്ത് മാറി ആ കുട്ടിയെ നല്ല സ്കൂളിലേക്ക് ചേർത്ത് അവനെ നല്ല രീതിയിൽ പഠിപ്പിക്കുക, നല്ല രീതിയിൽ അവനെ നല്ല അച്ചടക്കത്തോടെ വളർത്താനും നിങ്ങൾ ശ്രമിക്കുക എന്ന് ടീച്ചർ എൻ്റെ അടുത്ത് ഒരുപാട് പറഞ്ഞു. പക്ഷെ ഇത് ഈ സുലൈഖയുടെ അടുത്ത് പറയുമ്പോഴേക്കും അവൾക്കൊരു എന്തോ പോലെ അവൾക്കതൊരു വിഷയമല്ല. അവൾ പറയണമെന്ന് പറയുന്നത് ഇതെന്തായാലും പ്രശ്നമില്ല, ഇതല്ല, ഇതിൻ്റെ അപ്പുറത്തൊക്കെ കുട്ടികൾ കാണിക്കുന്നുണ്ടല്ലോ എന്നുള്ള രീതിയിലാണ് അവൾ സംസാരിക്കുന്നത്. അങ്ങനെയാണ് ഈ വിഷയം തള്ളിക്കളയുന്നത്. ആ അടിസ്ഥാനത്തിലാണ് അവൾ എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നതും അവളുടെ വീട്ടുകാർ എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നതും. അതിനെതിരെ വീണ്ടും അവൾ പൂന്ത്ര പോലീസ് സ്റ്റേഷനും ജമാഅത്തും കോടതികളും അവിടെയും ഇവിടെയൊക്കെ പോയി 8 വർഷത്തോളം എൻ്റെ ജീവിതം നശിപ്പിച്ച് ഈ സുലൈഖയുടെ ജ്യേഷ്ഠൻ എന്ന ഗുലാമും ചേർന്നിട്ടാണ്. ഗുലാമിന് ഒരുപാട് വാണിംഗ് കൊടുത്തതാണ് സാറേ. ഗുലാമിൻ്റെ അടുത്ത് അവിടുത്തെ മേഡം, വനിതാ സെല്ലും വനിതാ കോടതിയിലും മേഡം പല രീതിയിൽ വാണിംഗ് കൊടുത്താണ് ഗുലാമിന് താങ്കളായിട്ട് ഒരു കുടുംബബന്ധം മുറിച്ച് കളയും. അപ്പോൾ സുലൈഖയുമുണ്ട്. ഈ സുലൈഖ അടുത്ത് പറയാണ്, നീയായിട്ടൊരു കുടുംബം മുറിച്ച് കളയിൽ 3 കുട്ടികളുണ്ട്, വളർന്ന പിള്ളേരാണ്, അവരേക്ക് നല്ല രീതിയിൽ വളർത്തണം എന്നുള്ള രീതിയിലൊക്കെ പല രീതിയിൽ സംസാരിച്ചു. അതിനൊക്കെ അവഗണിച്ചിട്ടാണ് സാറേ ഈ ഗുലാം ഈ സുലൈഖയും ഈ 8 വർഷത്തോളം വീണ്ടും കോടതികൾ കയറി ഇറങ്ങിയത് സാറേ. അപ്പോഴും ഞാൻ ചെലവ് കൊടുക്കുകയാണ്. ആ സമയത്ത് എൻ്റെ ചോറ് തിന്നും എൻ്റെ കൂടെ ഇരുന്നിട്ടാണ് ഇവിടെ ഇറങ്ങുന്നത്, ഇവിടെ പോകുന്നതും. അതിനുശേഷമാണ് കോടതി പറഞ്ഞത്, കോടതി പറഞ്ഞു ഇനി ചെലവിന് പൈസ കൊടുക്കാൻ പാടില്ല. ചെലവിന് കൊടുത്തു കഴിയുമ്പോഴേക്കും ഇവിടെ ഒരു രീതിയിലും ഒന്നിനും ഒതുങ്ങില്ല, ഒരു സെറ്റിൽമെന്റ് ആകാനോ അല്ലെങ്കിൽ ഒരുമിച്ച് പോകാനോ ഒന്നും ശ്രമിക്കില്ലെന്ന് പറഞ്ഞിട്ടാണ് ചെലവ് കോടതി നിർത്തിയത്. നിങ്ങൾക്ക് നിങ്ങളുടെ വഴി, എനിക്ക് എൻ്റെ വഴി എന്ന് പറഞ്ഞ പെണ്ണാണ് സാറേ. ഇവിടെ ഞാൻ എല്ലാം വിട്ടുവീഴ്ച ചെയ്ത് ഒരുമിച്ച് കൊണ്ടാക്കി, ഞാൻ സന്തോഷമാക്കി ജീവിച്ചു പോകണമെന്ന് ആഗ്രഹിച്ച് ഒരുമിച്ച് കൊണ്ട് സെറ്റിൽമെന്റ് ആക്കി എല്ലാം ചെയ്തിട്ട് പോലും അവൾ എന്നെ അവഗണിച്ചിട്ടാണ് സാറേ അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോഴും ഇവൾ ഇറങ്ങി പോകുമ്പോഴും അപ്പോഴും പറയാണ് നീ ജീവിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് പോയ പെണ്ണാണ് ഇപ്പോഴും എൻ്റെ ഭർത്താവ് വിട്ടിട്ട് പോയി, അവൻ വിട്ടിട്ട് പോയി, ഇവൻ വിട്ടിട്ട് പോയി എന്നുള്ള രീതിയിലൊക്കെ വീണ്ടും ഈ പ്രവാസ ലോകത്ത് എന്നെ നാറ്റിക്കാൻ വേണ്ടിയിട്ട്, എന്നെ അപമാനിക്കാൻ വേണ്ടിയിട്ട്, എന്നെ ഹറാസ് ചെയ്യാൻ എല്ലാ രീതിയിലും അവൾക്ക് 8 വർഷത്തോളം എന്നെ നാറ്റിച്ചതുപോലെ വീണ്ടും എന്നെ നാറ്റിക്കാൻ വേണ്ടി അവൾ ഇറങ്ങിയിരിക്കുകയാണ് സാറേ. അതുകൊണ്ട് സാറേ നല്ലൊരു തീരുമാനം എടുത്ത്, ഞാൻ കോടതി ജമാഅത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ജമാഅത്തിൽ എന്താണ് കൊടുക്കുമെന്ന് പറഞ്ഞത് അതൊക്കെ ഞാൻ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഞാൻ ചെയ്യാൻ തയ്യാറാണ് സാറേ. അപ്പോൾ അതിനുള്ള നല്ലൊരു പോംവഴി, നല്ലൊരു പരിഗണന എനിക്ക് തന്ന് സാർ എന്നെ സഹായിക്കണമെന്ന് വിനീതമായിട്ട് ഞാൻ പറയുകയാണ് സാറേ.